ഈ ഖുർആനിൽ ഞാനുണ്ട്, നിങ്ങളുണ്ട്, നമ്മുടെ കുടുംബമുണ്ട്, നമ്മുടെ ഭാര്യയുണ്ട്, നമ്മുടെ മക്കളുണ്ട്, എല്ലാവരും അതിലുണ്ട്. അങ്കബൂത്ത് അതിലൊരായത്തുണ്ട്, മതലുല്ലദീന തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമതലിൽ അങ്കബൂത്ത് ഇത്തഖദതു ബൈതാ. അല്ലാഹു അല്ലാത്തവരെ ജീവിതത്തിലെ സഹായമായി കാണുന്നവർ, അല്ലാഹു അല്ലാത്തവരെ അവലംബിക്കുന്നവർ, അവരുടെ ഉപമ ചിലന്തിയുടെ വീട് പോലെയാണ്. ഇന്ന ഔഖനൽ ബുയൂതില ബൈത്തുൽ അൻകബൂത്ത്. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാ. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് അത് തമ്പാനൂർ റെയിൽവേ പുറമ്പോക്കിൽ 4 ടാർപ്പായിൽ വലിച്ചു കെട്ടിയതല്ല. നമ്മൾ കാണുന്ന ഈ കാണുന്ന കോളനികളുടെ വീടുകളല്ല. വെള്ളപ്പൊക്കത്തിന് തകർന്നു പോകുന്ന, കാറ്റടിച്ചാൽ പറന്നു പോകുന്ന, ദേശീയപാതയുടെ ജോലിക്ക് വന്ന തമിഴ് തൊഴിലാളികളെ കിടക്കുന്ന താൽക്കാലിക വീടല്ല. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാ. എന്താണ് കാരണം? ഇത് പറയുന്നത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ഇത്തഖദതു ബൈതാ. ഖുർആൻ പറയുകയാണ് ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണ് പെങ്ങളെ. എന്തേ കാരണം? ചിലന്തിയുടെ വീട് ദുർബലമാവാൻ കാരണം നമുക്കറിയാം. ഒരു സെമിറ്റിക് എഞ്ചിനീയറിന്റെ കരകൗശല വൈദഗ്ധ്യത്തെ തോൽപ്പിക്കുന്ന രീതിയിൽ നിമിഷാർദ്ധത്തിന്റെ ഉള്ളിൽ ശരീരത്തിൽ നിന്ന് വരുന്ന പശ കൊണ്ട് ഒരു മനോഹരമായ വീട് പണിയും ചിലന്തി. ആ ചിലന്തിയുടെ വീടിന്റെ ഇഴകൾ പോലെ സമീകൃത അകലത്തിലാണ്. സ്കെയിൽ വെച്ച് നോക്കിയാൽ മൊത്തം ഒരേ അളവാണ്. നമ്മുടെ പാലത്തിന്റെ ഒക്കെ അളവോ അതുപോലെയൊന്നുമില്ല, ഒരേ അളവാണ്. മനോഹരമാണ് ചിലന്തിയുടെ വല. പക്ഷെ കാറ്റൊന്നടിച്ചാൽ, വിരലൊന്ന് തൊട്ടാൽ ആ വല പൊട്ടൂലേ? ഞാൻ ഇതിന് ഗൂഗിളിൽ നോക്കണം. പൊട്ടും. ഇത്രയും മനോഹരമായി ഉണ്ടാക്കിയ വല വിരലൊന്ന് തൊട്ടാൽ പൊട്ടും. പൊട്ടൂലേ? പൊട്ടും. അതുകൊണ്ട് ചിലന്തിയുടെ വീട് ദുർബലമാണ് അല്ല. ഇത് നമ്മുടെ മണ്ടം വിശ്വാസമാണ്. അതുകൊണ്ടല്ല ഖുർആൻ പറഞ്ഞത്. അതറിയണമെങ്കിൽ അടുത്ത ഭാഗം ഓതണം. ഇത്തഖദതു ബൈതാ. ആ വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. ഇത്തഖദതു ബൈതാ. ആ വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. ഇത്തഖദ ബൈത എന്ന് പറഞ്ഞാൽ വീടുണ്ടാക്കുന്നത് ആൺചലന്തി. ഇത്തഖദതു ബൈത എന്ന് പറഞ്ഞാൽ താവ് വന്നാൽ പെൺചലന്തിന. അതാ ഖുർആന്റെ പ്രത്യേകത. നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു വാവൊക്കെ കളയരുത്. ഒരു വാവ് പോയാൽ അർത്ഥം മാറും. വാവ് വന്നാൽ അതിനകത്ത് അതിന്റെ ആ വാവിനും ഫായിനും തുമ്മയ്ക്കും ഒക്കെ അർത്ഥമുണ്ട്. ഇത്തഖദ ബൈത. അതുകൊണ്ടാണ് ഖുർആനിന് മലയാളത്തിൽ പരിഭാഷ എഴുതിയാൽ അത് ശരിയാവൂല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അവർക്ക് വിവരമില്ലാഞ്ഞിട്ടല്ല, മലയാള ഭാഷയ്ക്ക് ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റൂലാത്തത് കൊണ്ടാണ്. ഇത്തഖദത്ത് ബൈത വന്നാൽ പെൺചലന്തിയാണ്. ഫായിൽ മുഅന്നസാണെങ്കിൽ ഫീലില് താവ് വരണം. എന്നാണ് വ്യാകരണ നിയമം. അതിനകത്ത് താവ് വരണം. ഇത്തഖദതു ബൈത. വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. കേട്ടോ? വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. ആൺചലന്തി ഭർത്താവ് വെളിയിൽ നിന്ന് സഹായിക്കലേ ഉള്ളൂ. ഗൾഫിൽ നിന്ന് ഇങ്ങനെ അയക്കലേ ഉള്ളൂ. ഈ സാധനം വാങ്ങിക്കണതും പർച്ചേസ് ചെയ്യണതും കൊടുക്കണതും എല്ലാം ആരാണ്? ഇതെല്ലാരും അങ്ങനെയാണെന്നല്ല കേട്ടാ, നമ്മളൊക്കെ എല്ലാ ആളുകളാ. വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. പക്ഷേ ആ വീട് പൂർത്തിയായി കഴിഞ്ഞാൽ പെൺചലന്തി ആൺചലന്തിയെ കൊല്ലും. എന്നിട്ട് പെൺചലന്തിയും മക്കളും കൂടി ആ വീട്ടില് മനോഹരമായ വീട്ടില് താമസം തുടങ്ങും. കുറെ കഴിയുമ്പോ മക്കളെ അമ്മയെ കൊല്ലും. എന്നിട്ട് അവരുടെ ഭാര്യമാരുമായി താമസം തുടങ്ങും. കുറെ കഴിയുമ്പോ ആ ഭാര്യമാരെ ഈ ഭർത്താവിനെ കൊല്ലും. അതാ ഏത് ചിലന്തി വരെ നോക്കിയാലും അതിനകത്തൊരു പാവം ചിലന്തി ചത്തു കിടക്കണ കാണാം. അത് ഈ ഹസ്ബൻഡാണ്.
ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല, നമ്മുടെ വീടുകളെ കുറിച്ച് അറിയാവുന്ന പടച്ചവൻ പറയാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഖുർആൻ പറഞ്ഞ ഒരായത്തിൽ ഇത്രയും വലിയ അത്ഭുതമുണ്ടെന്ന്? എന്ന് പറഞ്ഞാൽ ചിലന്തിയുടെ വീട് ഏറ്റവും ദുർബലമായ വീടായതിന് കാരണം എന്തെന്നറിയോ? ഭാര്യയും ഭർത്താവും തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ പരസ്പര വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെട്ട ലോകത്തിലെ ഏറ്റവും ദുർബലമായ കുടുംബ വ്യവസ്ഥിതി ചിലന്തിയുടേതാണ്. അതുകൊണ്ടാണ് ചിലന്തിയുടെ വീട് ദുർബലമായത്. വീട് ചെറുതായത് കൊണ്ടല്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാതയുടെ ഓരത്ത് മുഗൾ രാജവംശത്തിന്റെ ശില്പചാതുരിയെ തോൽപ്പിക്കുന്ന കോൺക്രീറ്റിന്റെ കൊട്ടാരങ്ങളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ മിക്കവാറും വീടുകൾ ചിലന്തിയുടെ വീടാ. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമില്ല, ഭർത്താവും മക്കളും അമ്മയും മക്കളും തമ്മിലില്ല. സഹോദരാ, 6 വയസ്സുകാരി മരണപ്പെട്ടപ്പോ അവളെ കൊന്നിട്ട് അച്ഛൻ ആത്മഹത്യ ചെയ്തു അത്രേ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊല്ലപ്പെടുന്നതിന് മുമ്പ് 6 വയസ്സുകാരി പൊന്നുമോള് മാനഭംഗം ചെയ്യപ്പെട്ടു അത്രേ. കലികാലയുമേ പിശാചുക്കൾ വാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി അതപ്പതിക്കുമ്പോ 6 വയസ്സുകാരി പൊന്നുമോളുടെ ചിതറിത്തെറിച്ച വളപ്പൊട്ടുകൾ കിടക്കുമ്പോ അമ്മ ജോലിക്ക് പോകുന്നു, അച്ഛനും കുഞ്ഞും മാത്രമേ വീട്ടിലുള്ളൂ. എത്രമേൽ ദുർബലമാണ് ആ വീട്. 6 വയസ്സുകാരി പൊന്നുമോളുടെ പോലും മാനപ്പിച്ച് ചീന്തുന്ന വീടുകൾ. ഭർത്താവിനെ ഉപേക്ഷിച്ചു പോകുന്ന ഭാര്യമാർ, ഭർത്താവും മക്കളും ഉണ്ടായിട്ടും 2025 എന്ന വർഷത്തിൽ 2598 സ്ത്രീകളാണ് ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് പോയത്. 2025 മാത്രം 2598 സ്ത്രീകളാണ് ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ചിട്ട് പോയത്. അതിനൊരു മറുപുറമുണ്ട്. 2025 2598 ഭർത്താക്കന്മാരെ രക്ഷപ്പെട്ടു എന്നർത്ഥമുണ്ട്. ഇതിന്റെയൊക്കെ കൂടെ ജീവിച്ചിട്ട് എന്താ കാര്യം? 2598 സ്ത്രീകൾ. ഇതാണ് ഖുർആൻ വിശ്വാസിയുടെ വഴികാട്ടി. സഹോദര, വലിയ രാജകീയ വീട് വേണമെന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ 3 ചക്രം ഇങ്ങനെ ഉരുട്ടിയിട്ട് ജീവിതത്തെ ഓടിക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറില്ലേ, കൊച്ചു വീട്ടില് വൈകുന്നേരം വന്ന ചോറ് പൊതിയും തുറന്ന് അച്ചാറിൽ നിന്ന് ഒരു ചെറിയ തഴപ്പായിൽ കിടന്നുറങ്ങുന്നവൻ അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവും വലിയ കോടീശ്വരന്മാർക്ക് കഴിയുന്നില്ലല്ലോ. 9,000 കോടി രൂപയുടെ ആസ്തിയുള്ള ബാംഗ്ലൂർ നഗരത്തിൽ സ്വപ്ന സദൃശമായ കൊട്ടാരം വെച്ച മനുഷ്യനാണ് ഇടനെഞ്ചിലേക്ക് സൈലൻസർ ഘടിപ്പിച്ച തോക്കിൽ വെടിയുതിട്ടിട്ട് മരിച്ചുപോയത്. എന്തിന്റെ കുറവാണിത്? ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ വീടുകൾ പോലും വിശുദ്ധമായ ഖുർആനിലുണ്ട്. നമ്മുടെ വീടുകൾ ചിലന്തിയുടെ വീടുകളാവരുതേ. സന്തോഷമുള്ള സമാധാനമുള്ള വീട് വേണം. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. നിങ്ങളുടെ വീടുകളിൽ സമാധാനം തന്നതാരാ? നമുക്കൊരു വീട് തരാൻ ചിലപ്പോൾ പഞ്ചായത്തിന് കഴിയും, ഒരു വീട് വെക്കാൻ EMS ഭവന പദ്ധതിക്ക് കഴിയും, ഒരു വീട് വെക്കാൻ ഗവൺമെന്റിന് കഴിയും, ഒരു മുതലാളിക്ക് നമുക്കൊരു വീട് വെച്ച് തരാൻ കഴിയും. പക്ഷേ ആ വീട്ടിൽ സമാധാനം തരുന്നതാരാ? വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. നമ്മുടെ വീടുകളെ അല്ലാഹു പറയുകയാണ്, ആ വീട്ടിൽ സന്തോഷവും സമാധാനവും നൽകുന്നത് അല്ലാഹു മാത്രമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഖുർആൻ നയിച്ച വഴികളിലൂടെ നാം മുമ്പോട്ട് പോകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആമീൻ യാ റബ്ബൽ ആലമീൻ. വശംസി വളുഹാ. നമ്മുടെ വീട് മാത്രമല്ല, സമയമുണ്ടോ പറയാൻ? ഷാജാൻ സാഹിബ് എന്തേ പ്രസിഡന്റ്? ആ ഉസ്താദിന്റെ കൂടെ നമ്മളുണ്ട്, മിണ്ടാതെ അല്ലേ? അല്ലാഹു ടൈം ഫിക്സ് ചെയ്താൽ നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കാം. 10 മണി. മാഷാ അല്ലാഹ്. ടൈം എത്ര? 9:30. അത് കഴിഞ്ഞിട്ട് ദുആ ചെയ്താൽ മതി. ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. എങ്ങനെയും ഈ പഹയെ നിർത്തിയാൽ മതി എന്ന് ദുആ ചെയ്യുന്ന സമയത്ത് എത്ര വേണമെങ്കിലും പറഞ്ഞോളൂ, ഞങ്ങൾ കേൾക്കാമെന്ന് പറയുന്ന ഒരു ആവേശം ഉണ്ടല്ലോ.
അതാണ് വലുത്. കേൾക്കാൻ ആളുകളില്ലാത്ത കാലത്ത്, അത് കാലാഹരണപ്പെട്ടു പോയി നമ്മൾ പറയുന്ന കാലത്ത് നിങ്ങൾ പറഞ്ഞോളൂ, എത്ര വേണമെങ്കിലും ഞങ്ങൾ കേൾക്കാം എന്ന് പറയുന്ന ആ മനോഹരമായ നമ്മുടെ ഒരു പാദം, ഞാൻ പറയുന്നത് ഖുർആനിനെ സ്നേഹിക്കണം, ഖുർആന്റെ വഴിയിലൂടെ നടന്നു പോകണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എല്ലാവരും ആ വഴികളിലൂടെ നടന്നു പോകാൻ കഴിയണം. വശംസി വളുഹാഹാ വശംസി വളുഹാഹാ. അതിന്റെ കൂടെ ഓതിന് അറിയാവുന്ന ആളുകള് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വശംസി വളുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ. എല്ലാ ഇശാ നമസ്കാരം കഴിയുമ്പോ മിക്ക ഇശായിലും ഖതീബ് സുറൂറുദ്ദീൻ ഖാസിമി ഓതാറുണ്ട് വശംസി. ഇല്ലെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് ഇമാം നായിബ് ഇമാം അബ്ദുൽ ഹാദി മൗലവി ഓതാറുണ്ട്. ഞാൻ എൻ്റെ പ്രഭാഷണ ജീവിതം ഏതാണ്ട് 30 വർഷത്തോട്ട് അടുക്കുകയാണ്. ഞാൻ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പരിപാടി UAE പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഗസ്റ്റായിട്ട് പോകുമ്പോൾ അബുദാബി എക്സിബിഷൻ സെന്ററിൽ നടന്ന വലിയൊരു പരിപാടിയാണ്. അത് ഉദ്ഘാടനം ചെയ്ത MA യൂസുഫ് അലി സാഹിബാണ്. ആ പരിപാടിക്ക് പോലും ഇത്രയും ഫോൺ കോൾ എനിക്ക് വന്നിട്ടില്ല. ശ്രീകാര്യത്തെ പരിപാടിയായിട്ട് അബ്ദുല്ലാദി മൗലവി ഇരിക്കാനും കിടക്കാനും സമ്മതിക്കേണ്ട ഒരു പരിപാടി വെച്ചിട്ട് ആ പരിപാടിക്ക് എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായില്ല. ഈ പരിപാടിക്ക് ഇത്രയും കോള് വന്ന ഒരു പരിപാടി വേറെയില്ല. ആവേശമായിരിക്കും, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞങ്ങളൊക്കെ ഒരേ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. ഉസ്താദ്, ഞാൻ അബ്ദുൽ ഹാദി മൗലവി, ശൈഖുനാ പി കെ കോയ മൗലാന നവ്വർ അല്ലാഹു മർക്കദ, ജാമിയ ഹിദായത്തുൽ ഇസ്ലാം പൂന്തറയുടെ അരനൂറ്റാണ്ട് കാലം മനോഹരമായി നേതൃത്വം നൽകിയ ശൈഖുനാ പി കെ കോയ മൗലാന നവ്വർ അല്ലാഹു മർക്കദ ഉസ്താദിന്റെ ശിഷ്യനാണ് ജൈനജി ഉസ്താദ്. സെയ്ദ് ഉസ്താദിന്റെ ശിഷ്യന്മാരാണ് ഞാനും അബ്ദുൽ ഹാദി മൗലവി. ഒരു മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഖബറിലേക്ക് എത്തുന്ന ഒരു സവാബിന്റെ വിപ്ലവം ഉണ്ടല്ലോ, ആ ഉസ്താദുമാരാണ്. അർഷദ് മുഹമ്മദ് നദിവി ജൗഹറുൽ ഉലൂമിന്റെ പ്രിൻസിപ്പൽ ഉസ്താദിന്റെ ശിഷ്യനാണ്. അവരിലൂടെ ഇപ്പോൾ വരുന്ന ഇവർ അവരുടെ ശിഷ്യന്മാരാണ്. ഇങ്ങനെ മരിച്ചിട്ട് മണ്ണിന്റെ അടിയിൽ മൺചരാത് പോലെ മൈലാഞ്ചി ചെടിയുടെ താഴെ മലന്ന് കിടക്കുമ്പോഴും ഒരു മൺചരാത് പോലെ മാനവ മനസ്സുകളിൽ മങ്ങാതെ മറയാതെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വെളിച്ചമുണ്ടല്ലോ, അത് ഖുർആന്റെ വെളിച്ചമാണ്. അത് ഖുർആന്റെ വെളിച്ചമാണ്. എന്നെ പ്രഭാഷകനാക്കിയത് ആ ഖുർആന്റെ വെളിച്ചമാണ്. ആ വെളിച്ചത്തിലൂടെ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ നടക്കണം. ഈ റമളാൻ ഖുർആൻ പഠിക്കാൻ വേണ്ടി ചെലവഴിക്കണം. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ചെറുപ്പക്കാരോട് ഖുർആൻ പഠിക്കുക എത്ര മനോഹരമാണ്, മനോഹരമായിട്ട് ഓതും. നല്ല കാര്യങ്ങളാവണം. ശ്രീകാര്യത്ത് കഴിഞ്ഞ വർഷവും അതിനു മുമ്പും തറാവീഹിന് ഹാഫിളീങ്ങളായിട്ട് ഇമാമത്ത് നിന്നത് എന്റെ ശിഷ്യന്മാരാണ്. നമ്മുടെ സുഫിയാൻ തങ്ങൾ, കഴിഞ്ഞ പ്രാവശ്യം റോഷൻ അഹമ്മദ് ഹാഫിള്. റോഷൻ അഹമ്മദ് ദുബൈ ഹോളി ഖുർആനിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ആളാണ്. ദുബൈ ഹോളി ഖുർആനിൽ മനോഹരമായിട്ട് ഓതണം, അത് പഠിക്കണം. എത്ര ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, എത്ര ഹിഫ്ള് ക്ലാസ്സുകളുണ്ട്. ഇനി മറ്റന്നാൾ ഉച്ചയ്ക്ക് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വീട്ടിൽ നടക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ 27 ഹാഫിളീങ്ങൾക്കാണ് സനത് കൊടുക്കുന്നത്. രാവിലെ 10 മണി മുതൽ 12 മണി വരെ. അവിടെയും മുഖ്യ പ്രഭാഷണത്തിന് പാവപ്പെട്ടവരുണ്ടാവും. 27 ഹാഫിളീങ്ങൾ. ആ കുടുംബത്തിന്റെ സുഹൃതം എന്താണ്? നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമുക്ക് നമ്മൾ ഓതണം തന്നെ മലയാളത്തിലാണ്. നമ്മൾ മലയാളികൾ ഖുർആൻ ഓതണം തന്നെ മലയാളത്തിലാണ്. അറബികൾ ഓതുന്നതൊക്കെ എന്ത് സൗന്ദര്യമാണ്. നോർത്ത് ഇന്ത്യക്കാർ ഓതുന്ന കേൾക്കാൻ എന്ത് രസമാണ്. മലയാളികൾ ഓതിയാല് നമ്മളൊരു താളത്തിലും ഈളത്തിലും. ഈ മരണ വീട്ടിലെ ഒരു യാസീൻ ഓതലുണ്ട്, പിന്നെ ഒരു പിച്ച് ഔട്ടാണ്. ഇതാണോ ഖുർആൻ ഓതല്? ഇനിയിപ്പോ റമളാനിൽ ഉമ്മാമാര് എന്നിട്ട് ഓതുന്നേക്കാം. വലക്കത് അലല്ലമെങ്ങും അബലം തക്കൂനൂ തൈക്കിലൂൻ കാപ്പുമല കണ്ട പൂങ്കാറ്റ് കാരക്ക നീ കൊണ്ടുവന്നിട്ട്. നമ്മൾ ഓതണ തന്നെ മലയാളത്തിലാണ്. അതെന്താന്നറിയോ? ഈ രീതിയിൽ ഒരു അറബിയോട് ഓതാൻ പറഞ്ഞു നോക്കി നടക്കൂല. കാരണം ഈ മാപ്പിളപ്പാട്ടിന്റെ താളം നമ്മുടെ മനസ്സിൽ കിടക്കണം. നമ്മൾ ഓതിയവര് അങ്ങനെ വരും. കാപ്പ് മല കണ്ട പൂങ്കാറ്റ് കിടക്കേണ്ട. നന്നായി ഓതാൻ പഠിക്കണം. നന്നായി പറ മനുഷ്യന്മാരെ, നന്നായി ഓതാൻ പഠിക്കണം.
വേടന്റെയും റാപ്പി മ്യൂസിക്കും കേൾക്കാൻ ഓടിപ്പോകുന്ന കൗമാരക്കാരെ, ഏറ്റവും മനോഹരമായ സംഗീതമേതാ? സക്കറാത്തിന്റെ വേദനയിൽ റൂഹ് പിട പറയുന്ന നേരത്ത്, ആ മനോഹരമായ നേരത്ത് റൂഹ് പിട പറയുമ്പോ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് പിടിക്കുന്ന ഇസ്രായേൽ അലൈഹിസ്സലാത്തു എത്തുമ്പോ കൈകാലുകൾ വിറക്കുന്നു, നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ കൂടുന്നു. ആയിഷ, എന്റെ ശരീരം ചൂടാകുന്നു മോളെ. ആ പുതപ്പൊന്ന് തണുപ്പിക്കുന്ന പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ തൊട്ടടുത്തിരുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ കമ്പിളി പുതപ്പ് നനച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ ഇങ്ങനെ തണുപ്പ് കൊടുക്കുമ്പോ സക്കറാത്തിന്റെ നേരെ പിടയുന്ന നേരത്ത് ഹബീബായ നബി തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, അരിഹിന ബിഹായാ ബിലാൽ. ബിലാലെ ഒന്ന് ബാങ്ക് വിളിക്കു ബിലാലെ, എന്റെ ഹൃദയത്തിനൊരു സമാധാനം വരട്ടെ. ബിലാലെ ബാങ്ക് വിളിക്കു ബിലാലെ. മരണനേരത്ത് പിടയുന്ന നേരത്ത് ഹബീബായ നബി തങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകിയ നാദമേതാ? അത് പള്ളിയിലെ മുഅദ്ദിന്റെ നാദമാണ്. അരിഹിന ബിഹായാ ബിലാൽ. ബിലാലെ 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 ഒന്ന് ബാങ്ക് വിളിക്കൂ. മിനാരത്തിൽ നിന്ന് വരുന്ന അല്ലാഹു അക്ബർ കേട്ടിട്ടുണ്ട്, ഹൃദയത്തിന് സന്തോഷം വരട്ടെ. ബിദോവന്റെ മൂൺലൈറ്റോ സാറ്റേക്കാളേറെ, എ.ആർ. റഹ്മാന്റെ മ്യൂസിക്കിനെക്കാളേറെ, പാശ്ചാത്യ സംഗീതത്തെക്കാളേറെ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മ്യൂസീഷ്യൻ ജർമ്മൻ സംഗീതജ്ഞനായ ബിദോവനാണ്. 20ാമത്തെ വയസ്സിൽ ലോക സംഗീതത്തെ കിടുകിടാ വിറപ്പിച്ച, 20ാമത്തെ വയസ്സിൽ തന്റെ കേൾവി ശക്തി നഷ്ടപ്പെട്ട് സംഗീത ലോകത്ത് നിന്ന് വിരമിക്കാൻ പോയപ്പോ വിധിക്ക് വേണ്ടി വിളിയിട്ട് കൊടുക്കാതെ ആ സമയത്ത് ഈ സംഗീതം വായിക്കുന്ന പിയാനോയിൽ നിന്ന് കമ്പിയെടുത്തിട്ട് തന്റെ പല്ലിന്റെ ഇടയിലേക്ക് കെട്ടി അതിലൂടെ വരുന്ന ആ സംഗീതത്തിന്റെ തന്ത്രികളെ അതിലൂടെ മനസ്സിലാക്കിയിട്ട് ലോകത്ത് സംഗീതം കൊണ്ടുവന്ന ബിതോവന്റെ മൂൺലൈറ്റ് ഓഫ് സാറ്റ ലോക സംഗീതത്തിന്റെ വിസ്മയമാണ്. പക്ഷേ മരിക്കാൻ പോകുന്നവന്റെ പോലും ഹൃദയത്തിന് കൊടുത്ത സംഗീതം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ സംഗീതമാണ്. ആശയ സാഗരത്തെ ലോകത്തോട്ട് തന്ന ആകാശ ലോകത്തിന്റെ പ്രപഞ്ച വിസ്മയങ്ങളിലേക്ക് വാതിലുകൾ തുറന്നു കൊടുത്ത, വാസ്കോഡ ഗാമയ്ക്ക് വഴി കാണിച്ചു കൊടുത്ത ലോകത്തിന്റെ അത്ഭുതമായൊരു ഖുർആൻ ഉണ്ടല്ലോ. ഇശാ നമസ്കാരത്തിന് ഓതാറില്ല, സമയമില്ലാത്തത് കൊണ്ടാണ്. ചെറിയ ഒരു കാര്യം പറഞ്ഞ് എന്റെ കൗമാരക്കാരോട് ഞാൻ ഖുർആനിലേക്ക് ഒരു ജാലകവിരി തുറന്നു തരികയാണ്. ഗവേഷണത്തിന്റെ സൂര്യനെ തന്നെയാണ് സത്യം, അതിന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. സൂര്യനെ തന്നെയാണ് സത്യം, പിന്നെ പ്രകാശത്തെ എടുത്തു പറയേണ്ട കാര്യമില്ല. കുല്ല് പറഞ്ഞാൽ പിന്നെ ജുസു പറയേണ്ടെന്നാണ് വ്യാകരണ ശാസ്ത്രം. സൂര്യനെ തന്നെയാണ് സത്യം, അതിന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. ഇവിടെ നോക്ക്, അപ്പൊ ആ പ്രകാശത്തെ എടുത്തു പറയണമെങ്കിൽ ആ പ്രകാശത്തിന് എന്തോ പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? 1400 വർഷം മുമ്പ് ആമിനയുടെ മുത്തുമോനാണ് ഇത് ഓതുന്നത്. എന്താ പ്രകാശത്തിന്റെ പ്രത്യേകത? നമ്മളിവിടെ വശംസി ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഇതെനിക്ക് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം ജനിക്കണം. റമളാൻ അതൊരു പറ്റിയ മാസമാണ്. എന്താ സൂര്യപ്രകാശത്തിന്റെ പ്രകാശത്തിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ എന്തിട്ട് കുട്ടികളടപ്പ? ലോകത്തിലെ ഏറ്റവും വേഗതയുള്ളത് പ്രകാശത്തിനാണ്. പ്രകാശത്തിന്റെ വേഗത എത്രയാ? അയ്യേ, ആരെങ്കിലും പറയാം ഞാൻ മോതിരം തരാം. പ്രകാശത്തിന്റെ വേഗത എത്രയാ? 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. 1 സെക്കൻഡ് കൊണ്ട് 2,99,792.5 കിലോമീറ്റർ താണ്ടുന്ന പ്രകാശം. ആ പ്രകാശത്തിന്റെ വേഗതയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേഗത. ഒരു ചെറിയ അധ്യായത്തിൽ ഇത്രമേൽ മനോഹരമായൊരു പ്രപഞ്ച രഹസ്യത്തെ പറയുന്നവരാരാ? ഈ ഭൂമിയിൽ നിന്ന് 14,95,97,906 കിലോമീറ്റർ നിൽക്കുന്ന സൂര്യന്, ആ സൂര്യപ്രകാശം 1 സെക്കൻഡിൽ 2,99,792.5 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ ഏതാണ്ട് 7 മിനിറ്റും 14 സെക്കൻഡും കഴിഞ്ഞേ ഭൂമിയിലെത്തുകയുള്ളൂ.
അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലങ്ങാണ്ടിരുന്ന് നോക്കുന്ന മറുത്യൻ കഥയെന്ത് കണ്ടു. എന്നിട്ടാണ് ആരിഫ് ഹുസൈൻ പടച്ചവനില്ലെന്ന് പറയുന്നത്. ആരിഫ് ഹുസൈനും യുക്തിവാദികളും അള്ളയില്ലെന്ന് പറയുന്നത്. തീർന്നില്ല മനുഷ്യ. 9 ദിവസം കൊണ്ട് പോയി തിരിച്ചു വരാൻ ആഗ്രഹിച്ചിട്ട് 9 മാസം വരെ സ്പേസിൽ കുടുങ്ങിക്കിടന്ന ബഹിരാകാശ സഞ്ചാരിയായ ശ്രീമതി സുനിത വില്യംസിനെ പഠിക്കണം പെണ്ണുങ്ങളെ. ഈ കൈരളിയിലെ കുക്കറി ഷോയും കണ്ട് നമ്മൾ എങ്ങനെ നോമ്പ് തുറക്ക് ഏത്തക്കാപ്പ് ഉണ്ടാക്കാന്ന് പഠിച്ചാ പോരാ. പഠിക്കേണ്ടത് നൂഡിൽസ് ഉണ്ടാക്കാനല്ല. സുനിത വില്യംസ് കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് കടപ്പുറത്ത് വന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ബഹിരാകാശ സഞ്ചാരിയായ പെണ്ണ് സുനിത വില്യംസ് ആദ്യം ഭൂമിയിൽ വന്നിട്ട് യാത്ര പറയുമ്പോ പറഞ്ഞതെന്തെന്നറിയോ? ബഹിരാകാശത്തിരിക്കുമ്പോ ഒരേ സമയത്ത് തന്നെ 16 ഉദയവും 16 അസ്തമയവും ഞാൻ കണ്ടു. ആകാശലോകത്തിരുന്നിട്ട് താഴോട്ട് നോക്കുമ്പോ ഒരേ സമയത്ത് തന്നെ 16 ഉദയവും 16 അസ്തമയവും ഞാൻ നേരിട്ട് കണ്ടു. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ ഒരു സൂര്യനെയുള്ളൂ, ഒരേ ഒരു ചന്ദ്രനെയുള്ളൂ. ഒരേ സമയത്ത് തന്നെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോ 16 ഉദയവും 16 അസ്തമയവും. എവിടെയാണ് ഇതിന് ഉത്തരം പറയാൻ കഴിയുക? ഉത്തരം പറയുന്ന ആരെന്നറിയുമോ? 1500 വർഷങ്ങൾക്ക് മുമ്പ് അബൂ ഖുബൈസ് പർവ്വതത്തിന് മുകളിൽ ഒരു സർവകലാശാലയുടെ ബിരുദം നേടിയിട്ടില്ലാത്ത, ഒരു പ്രാഥമിക വിദ്യാഭ്യാസം ഗുരുവിൽ നിന്ന് നേടിയിട്ടില്ലാത്ത ആമിനയുടെ മുത്തുമോൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയ ലോകത്തിന്റെ പ്രവാചകന് ബുറാഖ് എന്ന അതിശീഘ്ര ദ്രുത ഗമന വാഹനത്തിൽ കയറി ആകാശ ലോകത്തിന്റെ സ്പേസുകളെ താണ്ടിയ ബുറാഖിന്റെ പ്രവാചകന് സാഹിബുൽ ബുറാഖി വ റഫറഫിൽ ഇലാ റസൂലുള്ളാഹ് സലവാത്തുൻ തഹിയാത്തുൻ അലൈഹിസ്സലാം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഒരേ സമയം തന്നെ 16 ഉദയവും 16 അസ്തമയം കണ്ടെന്ന് പറയുമ്പോ 1500 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഓതി പറയുകയാണ്, ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബി ഇന്നാ ലഖാദിറൂൻ. ഞാൻ സത്യം ചെയ്തു പറയുന്നു, ഒന്നിലധികം ഉദയങ്ങളുടെയും അസ്തമയങ്ങളുടെയും രക്ഷിതമാണ് നിന്റെ റബ്ബ്. ഇന്നാ ലഖാദിറൂൻ, അതിന് ഞാൻ കഴിവുള്ളവനുമാണ്. ഈ ഖുർആൻ പഠിക്കേണ്ട സഹോദര, ഇത് പുരോഗമനത്തിനെതിരെ പുറംവാതിൽ അടച്ചു വെച്ച ഗ്രന്ഥമല്ല. ആറ്റം മുതൽ ആഖിറം വരെ, പരമാണു മുതൽ പരലോകം വരെ ഈ ലോകത്തോട് പറഞ്ഞ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിന്റെ വഴിയിലൂടെ അല്ലാഹു നമ്മളെ നടത്തി തരട്ടെ. അല്ലാഹു നമ്മളെ നടത്തി തരട്ടെ. ആമീൻ പറയ്. അല്ലാഹു നമ്മളെ നടത്തി തരട്ടെ. അതുകൊണ്ട് ഈ ഖുർആനിനെ പഠിക്കണം, ഈ ഖുർആനിന്റെ വഴിയിലൂടെ നടത്തണം. ആ ഖുർആന്റെ സ്വഭാവം നമുക്കുണ്ടാകണം. ഖുർആൻ നമ്മുടെ ജീവിതത്തിലെ വഴികാട്ടിയാവണം. റമളാൻ വരികയാണ്. മഹാനായ സയ്യിദിനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഖലീഫയായിരിക്കുമ്പോ മഹാനായ ഉയൈന റളിയല്ലാഹു തആല അൻഹു മദീനയിലെ വലിയ പ്രമാണിയാണ്. ഉയൈന റളിയല്ലാഹു അൻഹു മദീനയിലെ വലിയ പ്രമാണിയാണ്. ആ സമയത്ത് ഉയൈന റളിയല്ലാഹു അൻഹു ഹിർറത്ത് ബിൻ ഹുസൈനോട് പറഞ്ഞു, മഹാനവറുകളെ, എനിക്ക് ഉമറിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചു തരണം. ചുരുക്കി പറയാൻ റമളാനിലേക്ക് 1-2 ഉപദേശങ്ങൾ. അങ്ങനെ മഹാനായ ഉയൈന റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹു വന്നു. ഉയൈന റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഇരുന്നു. ഉയൈന റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഉയൈന ചോദിച്ചു, നിനക്കറിയോ ഞാൻ ആരെന്ന് നിനക്കറിയോ? ആരോടാ ചോദിക്കുക? ഉമർ റളിയല്ലാഹു. ഉയൈന റളിയല്ലാഹു മദീനയിലെ വലിയ പ്രബല ഗോത്രക്കാരനാ. മൈൻഡ് ചെയ്യാത്തപ്പോൾ ചോദിച്ചു, ഞാൻ ആരാന്ന് നിനക്കറിയോ? അപ്പോഴത്തേക്കും ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നീ ആരായാലും എനിക്കെന്താ? നീ ആരായാലും എനിക്കെന്താ? അപ്പോഴാണ് ഉയൈന റളിയല്ലാഹു അൻഹു സഹിച്ചില്ല. ഒരു നാട്ടിലെ 2 പ്രമാണിമാര് തമ്മിലുള്ള
ഒരു ക്ലാഷാണ്. രണ്ടുപേരും നല്ല ആളുകളാ, സഹാബിയാണ്. എന്നാലും നമ്മുടെ ഇടയിൽ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് മാറൂല. റമളാൻ വരുമ്പോൾ അത് മാറ്റണം. അതിന് ഖുർആൻ ആധാരശിലയാവണം. ചില സ്വഭാവങ്ങളുണ്ട്, മാറൂല. ഹറമിൽ ഇങ്ങനെ തവാഫ് നടത്തി ഉംറയുടെ ഡ്രസ്സിൽ നടക്കുമ്പോൾ ഹറമിൽ വെച്ചിട്ട് വഴക്കുണ്ടായി രണ്ടുപേരും. അപ്പൊ അമീർ പറഞ്ഞു, ഇതെവിടെയാണ് ഹറമാന്ന് ഓർക്കണം, ഉംറയുടെ ഡ്രസ്സിൽ ഇങ്ങനെ എന്തോന്ന് ഹറം. അപ്പോഴാണ് ഓർക്കണം ഹറമാണല്ലോ എന്ന് നടത്തോന്. ആ നാട്ടിലുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് മാറൂല. അതിന് പറയണത് ഹാബിറ്റ് എന്നാണ്. അതിന്റെ എച്ചും എയും കട്ട് ചെയ്താലും പിന്നെ ഒരു ബിറ്റ് അവിടെ ഉണ്ടാവും, പോറൂല, മാറൂല. ഇവര് രണ്ടുപേരും തമ്മില് ഒരു ചെറിയ മത്സരം. നീ ആരായ എനിക്കെന്താ, മല്ലാണ്ട് വിട്ടുകൊടുത്തില്ല. അപ്പൊ മഹാനായ ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആരെന്നറിയോ? അനൽ കരീമു വബിനുൽ കരീമി വബിനുൽ കരീം. ഞാൻ മാന്യനാണ്, എന്റെ വാപ്പ മാന്യനാണ്, എന്റെ വാപ്പാടെ വാപ്പ മാന്യനാണ്. ഞാൻ ആരെന്നറിയോ? ഞാൻ എന്റെ വാപ്പ, എന്റെ ഉപ്പാപ്പ, അവരൊക്കെ ഈ നാട്ടിൽ അറിയപ്പെട്ട ആളാ. ഉമർ റളിയല്ലാഹു തആല തിരിച്ചടിച്ചു, അന്തൽ ഖബീദ് വബിനുൽ ഖബീദ് വബിനുൽ ഖബീദ്. നീയും ചീത്തയാണ്, നിന്റെ വാപ്പയും ചീത്തയാണ്, നിന്റെ വാപ്പാന്റെ വാപ്പയും ചീത്തയാണ്. അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. അപ്പൊ മഹാനായ ഉയൈന റളിയല്ലാഹു അൻഹു, ഉമറേ എന്തു വർത്താനമാണ് ഈ പറയാ? നീ പിന്നെ എന്താ പറയുന്നത്? അനൽ കരീമു വബിനുൽ കരീം വബിനുൽ കരീം എന്ന് പറഞ്ഞാൽ അത് മഹാനായ യൂസുഫ് ഇബ്നു യഅഖൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം, യൂസുഫ് നബിയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലേ? അത് നീ പറയാൻ ആരാണെന്ന് ചോദിച്ചപ്പോ മഹാനായ ഉയൈന റളിയല്ലാഹു അൻഹു ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ഉമറേ അന്തലാ തഅദിലു ഫിൽ ഖലായാ, നിന്റെ ഭരണത്തിന് നീതിയില്ല ഉമറേ, നീ പക്ഷപാതിയാണെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. മഹാനായ ഉമർ റളിയല്ലാഹു തആലാവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഞാൻ നിങ്ങളും മനുഷ്യരല്ലയോ? ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു രീതിയിൽ സഹിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു തആലാവിന് ദേഷ്യം വന്നു. നീ നീതി നടപ്പാക്കാത്തവനാണെന്ന് പറഞ്ഞപ്പോ ദേഷ്യം വന്നു. ആർക്കാണ് ദേഷ്യം വരാതിരിക്കുക? അബൂലൂലയുടെ കുത്തേറ്റു കുടൽമാല വെളിയിലോട്ട് വീണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കഫൻ തുണി കൊണ്ട് പൊതിഞ്ഞിട്ട് ജന്നത്തുൽ മുഅ്മിനീലേക്ക് കബറടക്കാൻ എടുക്കുമ്പോ സഹാബത്ത് വിളിച്ചു പറഞ്ഞ വാക്കേടെന്നറിയോ? ആ മരിച്ചത് ഉമറല്ല, കുഫിന അദലുൽ ഇസ്ലാമി ബി അക്ഫാനി ഉമർ. ഇസ്ലാമിന്റെ നീതിയാണ് ആ വെള്ളത്തുണിയിൽ പൊതിച്ചിട്ട് കുഴിച്ചിടുന്നത്. ഇനി അന്ധകാര ലോകത്ത് നീതി നടപ്പാക്കാൻ ആരുണ്ടെന്ന് സഹാബത്ത് കരഞ്ഞുപോയ നീതിയുടെ പര്യായമേ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമറിനോട് നീ നീതി നടപ്പാക്കാത്തവനാന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പഴയ സ്വഭാവത്തിലേക്ക് പോയി. അടുത്തിരുന്ന വാളൂരി എടുത്തിട്ട് ഉയൈന റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിലേക്ക് വെട്ടാൻ പോകുമ്പോ അപ്പുറത്ത് നിന്ന ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, സഹോദരാ റമളാനാണ്, കോപമടക്കേണ്ട മാസം, സബറിന്റെ മാസം, ക്ഷമയുടെ മാസം. വിഷയത്തോട് നീതി പുലർത്തി ഒന്ന് രണ്ട് വാക്ക് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എല്ലാം പഠിക്കേണ്ടത് ഈ ഖുർആനിൽ നിന്നാണ്, ഒരായത്തിൽ നിന്നാണ്, അതിന്റെ വെളിച്ചത്തിൽ നിന്നാണ്, ആ ഖുർആനീക ദർപ്പണത്തിൽ നിന്നാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ഉയൈന റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിലേക്ക് വാളുകൊണ്ട് വെട്ടാൻ നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിന് പിടിച്ചിട്ട് പറഞ്ഞു, ഉമറേ, ഉയൈനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ മദീനയിൽ യുദ്ധം നടക്കും. ഉയൈന ഗോത്രക്കാരളവും ഈ മദീനയെ നീ കലാപ ഭൂമിയാക്കരുതേ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹിർറത്ത് ബിൻ ഹുസൈൻ മാറി നിൽക്ക്. കോപത്തോടെ വാളുകൊണ്ട് കഴുത്തിൽ വിട്ടുമ്പോ മഹാനായ ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അറിയാം, ഉമറിനെ ശാന്തനാക്കാൻ ഖുർആനിനെ കഴിയൂ. ഇതുപോലൊരു സമയത്ത് ഹബീബിന്റെ തല വെട്ടാൻ വാളും കൊണ്ടുവന്നപ്പോ ഈ ഉമറിനെ പിന്തിരിപ്പിച്ചത് ഖുർആനാണ്. ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ثم تلا هذه الآية. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഈ ആയത്ത് ഓതി, ഉമറേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിൽ അനിൽ ജാഹിലീൻ. ഖുദിൽ അഫ്വ, പുറത്തു കൊടുക്കണേ, വഅ്മുർ ബിൽ ഉർഫി, നന്മ പറയണേ, വഅരിൽ അനിൽ ജാഹിലീൻ,
എന്തെങ്കിലും അജ്ഞാനം കൊണ്ട് പറഞ്ഞാൽ മാറി നിന്നേക്കണേ. ഈ ആയത്തങ്ങട് ഓതിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞു, കൈ അയഞ്ഞു, വാൾ തലപ്പ് താഴോട്ട് വീണു. മഹാനായ ഉയൈന റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഉയൈന, ദേശം കൊണ്ട് ചെയ്തതാണ്, ഉമറിനോട് മാപ്പാക്കണേ ഉയൈന റളിയല്ലാഹു തആല അൻഹു. ലോകത്തിലെ ഏറ്റവും പരിക്കനായ ഹൃദയത്തിന്റെ ഉടമയെ വാളുകൊണ്ട് തലവെട്ടാൻ പോയപ്പോ 2 പ്രാവശ്യവും കീഴ്പ്പെടുത്തത് ഈ ഖുർആനിന്റെ ചെറിയ ഒരായത്താണ്. നമുക്കും ആയത്തിലൂടെ നടക്കണ്ടേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞങ്ങൾക്ക് മതി വരുന്നില്ല, അല്പം കൂടി ദീർഘിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു എന്ന് ശ്രോതാക്കൾ. ഉസ്താദിന്റെ ദീർഘായുസ്സിനും ഖൈറും ബറക്കത്തുണ്ടായി ഞങ്ങൾ ദുആ ചെയ്തോളാം. അൽഹംദുലില്ലാഹ്. ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹത്തിന് അല്ലാഹുവിന്റെ മുമ്പിൽ വലിയ പ്രതിഫലമുണ്ട്. ഖുർആനിനെ ആഗ്രഹിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മതി വരാത്തത്? ഇത് ഉമറിന്റെ കാട്ടാളനായ ഉമറിന്റെ ഹൃദയത്തെ കീഴടക്കിയ ഗ്രന്ഥമാണ് സഹോദരങ്ങളെ. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങളെപ്പോൾ വിളിച്ചാലും ഞാൻ വരാം. എല്ലാം ഓരോ കണക്കുകൂട്ടലുകളുണ്ട്. അതിനപ്പുറം ഏത് സമയത്തും ഷാജാൻ സാഹിബ് ഞാനൊക്കെ ഞാൻ മണക്കാടിരിക്കുമ്പോഴുള്ള ബന്ധമാണ്. അത് എന്നെ വിളിച്ചു ചോദിച്ചാൽ എന്നെ അറിയുമോ? ഞാൻ പിന്നെ അറിയാത്ത എന്താ? ആ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും. ഈ വിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മതിയാവാത്തത്. ഈ വിഷയം അതായത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഖുർആനിനെ സ്നേഹിക്കണം. സഹോദരി, ഈ റമളാനിൽ ഖത്തം നാളെ മുതലേ ഓതാൻ തുടങ്ങണം. നാളെ മുതലേ, റമളാൻ വരുമ്പോഴല്ല, ഓൺലൈനുകളിലുണ്ട്. എനിക്ക് ഹാഫളത്താവണം. ഞാൻ മണക്കാട് സെൻട്രൽ ജുമാ മസ്ജിദിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ സ്ത്രീകൾക്ക് ക്ലാസ് എടുത്തിരുന്നു. അവിടെ ഒരു ഹിഫ്ളുൽ ഖുർആൻ സ്ഥാപിച്ചിരുന്നു. 65 വയസ്സുണ്ട് ഒരു ഉമ്മക്ക്. ആ ക്ലാസ്സിന് വന്ന ഉമ്മ പിന്നീട് ഒരു 3 വർഷം കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്റെ വാല് കേട്ടിട്ട് ഞാൻ ഏതാണ്ട് 10 ജുസോളം കാണാതെ പഠിച്ചു. ആ ഉമ്മയുടെ മോള് ഹാഫളത്തായി. അവർ പിന്നെ സൗദിയിൽ പോയി. അവിടെ പോയിരുന്നവർ പഠിച്ചു. വഴികാട്ടുക എന്നതാണ് ധർമ്മം. എത്ര സ്ത്രീകൾക്ക് ഹാഫളത്തുകളാവാം, എത്ര ഓൺലൈൻ അക്കാഡമികൾ, എത്ര വലിയ ഓൺലൈൻ സർവീസുകൾ. തജ്വീദ് പഠിക്കാൻ, തർത്തീൽ പഠിക്കാൻ. കാരണം ഖുർആൻ പഠിക്കണം. ഒരു ദിവസം നമ്മൾ ഇവിടെ നിന്ന് യാത്ര പോകും. അവസാനം ഒരു ഒടുക്കത്തെ യാത്രയുണ്ട്. ആ യാത്രയിൽ നമ്മുടെ കൂടെ വരുന്നതാരാ? നമ്മുടെ മക്കളില്ല. അവസാനം മരണം നമ്മളെ മാടി വിളിക്കുന്ന ഒരു നേരം, അതെപ്പോഴാണ് വരുന്നതെന്നറിയില്ല. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ അവസാന നിമിഷം നീ നന്നാക്കണേ അല്ലാ. സഹോദരാ, ഏത് നിമിഷമാണ് വിട പറയുന്നതെന്നറിയില്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും കരുത്തുള്ള മറാത്ത രാഷ്ട്രീയത്തിന്റെ അധികായനായിരുന്ന ശരത് പവാർ 36ാമത്തെ വയസ്സിൽ കൈപിടിച്ച് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന പിതൃ സഹോദരനായ ശരത് പവാറിന്റെ NCPയെ പുലർത്തി മറാത്ത രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി കസേര കുതിച്ച് ആ ബോംബെ വിമാനത്താവളത്തിൽ നിന്ന് സ്വകാര്യത പറന്നുയർന്ന് 15 മിനിറ്റിന് ശേഷം നിലം തൊടാനെടുക്കുമ്പോ രണ്ടായി പൊട്ടിപ്പിളർന്ന് തീകോളമായിട്ട് കത്തി അവസാനിക്കുമ്പോ ആ മനുഷ്യന്റെ കത്തിക്കരിഞ്ഞ ശരീരത്തില് കരിയാത്ത ഒന്നേ ഉള്ളത് അയാളുടെ സ്വർണ്ണമോതിരമാണ്. അത് കണ്ടിട്ടാണ് ഇത് രാഷ്ട്രീയത്തിന് അധികാരനായ അജിത് പവാറാന്ന് തിരിച്ചറിഞ്ഞത്. മരണത്തിന് മുമ്പിൽ കരുത്തരില്ല, എല്ലാവരും ബലഹീനര് മാത്രം. അവസാനം ഒരു ദിവസം ഈ പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറയും, ഇന്നയാൾ മരണപ്പെട്ടു പോയെന്ന്. 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ മുമ്പിൽ നമ്മളെ കിടത്തുമ്പോ പൊന്നുമക്കൾ വന്ന് കെട്ടിപ്പിടിച്ച് നമ്മളോട് സലാം പറയുമ്പോ, നമ്മുടെ ഭാര്യ വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് കരയുമ്പോ, ഇവിടെ നിന്ന് വാളിന് പോകുമ്പോ യാത്ര പറഞ്ഞു പോയവനെ എന്നോട് പറയാതെ ഒരിടത്തും പോവാറില്ലല്ലോ, എവിടേക്കാണ് ഞാനില്ലാതെ പോയതെന്ന് പ്രിയപ്പെട്ടവൾ കെട്ടിപ്പിടിച്ച് കരയുമ്പോ കാത്തിരുന്ന പൊന്നുമോള് കരയുന്ന നേരത്ത് അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതെന്ന് നീ കിടക്കുന്നേ.
എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഇറങ്ങുന്ന നേരത്ത് വാപ്പയപ്പോട് വരും. 7 മണിക്ക് തുടങ്ങിയിട്ട് 9:30 അവസാനിച്ച് 10:30 ഉപ്പച്ചി വരുമെന്ന് പറഞ്ഞ് എന്റെ പൊന്നുമോൾ എന്റെ വീട്ടിൽ ആയൂർ കാരാളി ഓണത്ത് കാത്തിരിക്കുന്നുണ്ട്. ആർക്കറിയാം അവളുടെ മുമ്പിലേക്ക് ഞാൻ ജീവനോടെ എത്തുമോ, അതെല്ലാം 3 വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഞാൻ പോകുമോ? കാത്തിരിക്കുന്ന എന്റെ ഭാര്യയുടെ വീട്ടില് ഇതേപോലെ നിങ്ങളെയും കാത്തിരിക്കുന്നില്ലേ? വെള്ള തുണിയിൽ പൊതിഞ്ഞ് അവസാനം ഒടുക്കത്തെ കുളിയും കഴിഞ്ഞ് 6 അടി മണ്ണിലേക്ക് പോകുമ്പോ മരണം എപ്പോഴാ വരിക? ഞാൻ ഇന്നിവിടേക്ക് ഇറങ്ങാൻ 1 അരമണിക്കൂർ വൈകിയത് 5 മണിക്ക് ഇറങ്ങണമെന്ന് ഡ്രൈവറോട് പറഞ്ഞു വാഹനം റെഡിയായി. അപ്പോഴാണ് വിളിക്കുന്നത് ഉച്ചയ്ക്ക് മരിച്ചാളുടെ മയ്യത്തടക്കാൻ പോകുന്നു. ആ മയ്യത്ത് നിസ്കാരത്തിന് പങ്കെടുത്ത് ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്ത് അരമണിക്കൂർ വൈകിപ്പോയി. കേറാൻ പോകുമ്പോ പള്ളിയുടെ മിനാരത്തിൽ അടുത്ത അനൗൺസ്മെന്റ്, എന്റെ അയൽപക്കത്തുള്ള വേറൊരാൾ മരണപ്പെട്ടു, നാളെ രാവിലെ 9 മണിക്ക് അടക്കമാണ്. ഇന്നത്തെ ദിവസം ഒരാളെ കബറടക്കുകയും മറ്റൊരാളുടെ മരണം കേൾക്കുകയും ചെയ്തിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അടുത്തതാരാണ്? അടുത്തത്? പിറവിക്ക് ശേഷമുള്ള ഓരോ നിമിഷവും മരണത്തിലേക്കുള്ള യാത്ര. പിറവിക്ക് ശേഷമുള്ള ഓരോ നിമിഷവും മരണത്തിലേക്കുള്ള യാത്ര. ഞാൻ എന്ത് നേടി ഈ മണ്ണിൽ? നീ എന്ത് നേടി ഈ മണ്ണിൽ? നേടിയതെല്ലാം മണ്ണിന് നൽകി മണ്ണിലേക്കുള്ള ഒരു യാത്ര. നീ എന്ത് നേടി ഈ മണ്ണിൽ? ഞാൻ എന്ത് നേടി ഈ മണ്ണിൽ? നേടിയതെല്ലാം മണ്ണിന് നൽകി മണ്ണിലേക്കുള്ള ഒരു യാത്ര. നേടിയതെല്ലാം മണ്ണിലേക്ക് കൊടുത്ത് 6 അടി മണ്ണിലേക്ക് വെള്ളത്തുണിയിൽ പൊതിഞ്ഞിറക്കി വെച്ച് മുകളിലേക്ക് പലക വെച്ച് മടക്കി അതിന്റെ മുകളിൽ മണ്ണുമിട്ട് മൈലാഞ്ചിച്ചെടി അടയാളം വെച്ചു മീസാൻ കല്ലുമിട്ട് അവസാനം മുക്രിക്കാക്ക വെള്ളവും ഒഴിച്ചിട്ട് അതിന്റെ മുമ്പിലിരുന്നിട്ട് ഖതീബ് ഓതിത്തരുന്ന ഒരു വാക്കില്ലേ, യാ അബ്ദല്ലാഹ് യബിന അമത്തില്ലാഹ്, അല്ലാഹുവിന്റെ അടിമയെ, ഇദാ അതാകൽ മലക്കാനിൽ അസ്വദാനിൽ ഹായിലാനിൽ കരീമാനി ഫൈകലാക വഅതിലസാക വസഅലാക മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഇമാമുക. ഭീമാകാരമായ രൂപത്തിലുള്ള മലക്കുകൾ വന്നിട്ട് എഴുന്നേറ്റിച്ചിരിട്ടിച്ച് ചോദിക്കില്ലേ, മൻ റബ്ബുക, നിന്റെ റബ്ബാരാ? അല്ലാഹു റബ്ബി. വമൻ നബിയുക, നിന്റെ നബിയാരാ? വമുഹമ്മദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ചോദിച്ചിട്ട് 3ാമത്തെ ചോദ്യമേതാ? വമൻ ഇമാമുക, നിന്റെ ഇമാമാരാന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് അൽ ഖുർആനു ഇമാമി, അൽ ഖുർആനു ഇമാമി, എന്റെ ഇമാമു ഖുർആനാണ്, അത് മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ പുറകിൽ നിന്നതെന്ന് പറയാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയണം. വൽ ഖുർആനു ഇമാമി, ഇമാമി കിതാബുല്ലാഹി വല്ലാഹു ഖിബ്ലതി വദീനി മിനൽ ലദിയാനി അഅലാ വഫഖറൂ. അങ്ങനെ വൽ ഖുർആനു ഇമാമി, എന്റെ ഇമാമു ഖുർആനാണ്. അങ്ങനെ പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് റമളാനിൽ 1 ഖത്തമെങ്കിലും പൂർത്തിയാക്കണം. റമളാൻ ഖുർആൻ അവതരിപ്പിക്ക മാസമാണ്. റമളാനിന് പവിത്രത കിട്ടിയത് ഖുർആനിന്റെ പേരിലാണ്. അതുകൊണ്ട് അറിയാത്ത സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ, ഖുർആൻ പഠിക്കാൻ ശ്രമിക്കണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ജവാഹിറുൽ ഉലൂമിൽ നിങ്ങളുടെ ഇൽമിന്റെ തറവാടാണ്. അവിടെ ചെന്ന് പഠിക്കാനും പഠിപ്പിക്കാനും തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.